അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനം തുടർന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയോധ്യയിലേക്ക് മാറ്റണമെന്നാണ് പരിഹാസം. രാമനെ ആഘോഷിക്കാൻ ബി.ജെ.പിയുടെ ആവശ്യമില്ലെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഈ രീതിയിൽ പ്രധാനമന്ത്രിക്കെതിരെയുള്ള വിമർശനം തുടരുന്നുണ്ട്. ഇന്നലെ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ശ്രീരാമനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും ബി.ജെ.പി. അതുവരെ ഇത്തരം കാര്യങ്ങൾ തുടരുമെന്നാണ്. ഇന്നിപ്പോൾ മറ്റൊരു രീതിയിലുള്ള വിമർശനം തുടരുന്നു. അതിലും അയോധ്യ തന്നെയാണ് വിഷയം. എന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സഞ്ജയ് റാവത്ത്? പ്രജിൻ, തീർച്ചയായിട്ടും ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായ സഞ്ജയ് റാവത്ത് തുടർച്ചയായിട്ടുള്ള ഒരു വിമർശനമാണ് ബി.ജെ.പിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി രാമനെ മുൻനിർത്തി തന്നെ പ്രചാരണം നടത്തും. ഈ ചടങ്ങിനെ പൂർണ്ണമായും ബി.ജെ.പി രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. ഒരു പക്ഷേ സ്ഥാനാർത്ഥി ശ്രീരാമനാണെന്നുള്ള പ്രഖ്യാപനം പോലും ബി.ജെ.പി നടത്തിയേക്കും എന്ന തരത്തിലുള്ള വിമർശനമാണ് ബി.ജെ.പിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയോധ്യയിലേക്ക് മാറ്റണം. കാരണം അവിടെ പ്രധാനമന്ത്രി പൂർണ്ണമായും സമയം അവിടെ ചെലവഴിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. രാമനെ ആഘോഷിക്കാൻ ബി.ജെ.പിയുടെ ആവശ്യമില്ലെന്നും സഞ്ജയ് റാവത്ത് പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും തുടർച്ചയായിട്ടുള്ള ഒരു വിമർശനമാണ് ബി.ജെ.പിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവായ സഞ്ജയ് റാവത്ത് ഉന്നയിക്കുന്നത്. പ്രജിൻ, ശരി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.